ഹലോ എവരിവൺ. ഇന്ന് മുതലുള്ള വീഡിയോ NMMS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അവർക്ക് മാത്തമാറ്റിക്സിന് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓരോ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ വെച്ച് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് അതായത് ഏത് ടോപ്പിക്കാണെന്നുള്ളത് തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പിക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്സും പറഞ്ഞു തരും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ഇക്വേഷൻസൊക്കെ അറിയാതെ തന്നെ അങ്ങ് ബൈ ഹാർട്ടായി പോകും. അപ്പോൾ അത് ജസ്റ്റ് വേണമെങ്കിൽ തുടക്കത്തിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമയവും ദൂരവുമാണ്. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്, അതായത് ഒരേപോലെ നമ്മൾ ദൂരം, സമയം, വേഗത ഇത് മൂന്നും ഒരേ യൂണിറ്റിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചില സന്ദർഭങ്ങളിലാണ് നമ്മളിങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കും അതുപോലെ തന്നെ തിരിച്ചും ആക്കാനുണ്ടാവും. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ അത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സമയം, വേഗതയും ദൂരം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമയം കാണാൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം തന്നാൽ ബാക്കി ഒന്ന് കാണാനുള്ളത് ഇക്വേഷൻസ്, അതും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻസായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങളിങ്ങനെ നോട്ട് ചെയ്തിട്ട് എഴുതി വെച്ചാൽ മതി. കാരണം ഇങ്ങനെ ജസ്റ്റ് ബൈ ഹാർട്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് കാണിക്കാം ആ ഇക്വേഷൻസ്, ദൂരം കാണാൻ, സമയം കാണാൻ, വേഗത കാണാൻ. അതേപോലെ തന്നെ 1 കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നേരെ തിരിച്ചു ആക്കാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു കാറ് എ എന്ന പട്ടണത്തിൽ നിന്ന് 8 AM പുറപ്പെട്ട് 275 കിലോമീറ്റർ അകലെയുള്ള ബി എന്ന പട്ടണത്തിലേക്ക് പോകുന്നു. ഒരു കാറ് എ എന്ന പട്ടണത്തിൽ, അപ്പം നമ്മൾ എ എന്ന് കാണിക്കുക, ഒരു കുത്തിട്ടിട്ട് എ കാണിക്കുക, എന്നിട്ട് അവിടെ നിന്ന് 275 കിലോമീറ്റർ അകലത്തിൽ ബി എന്ന പട്ടണത്തിൽ എത്തണം. അപ്പോൾ എത്ര മണിക്കാണ് പുറപ്പെട്ടത്? 8 AM പുറപ്പെട്ടത്. അപ്പോൾ കാറിൻ്റെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയുണ്ടെങ്കിൽ, അതായത് ഒരു മണിക്കൂറിൽ കാറ് 50 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ അതിൻ്റെ വേഗത എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ, അതായത് കിലോമീറ്റർ പെർ മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ അത് ബിയിൽ എപ്പോൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതണം. അപ്പോൾ കാറിൻ്റെ വേഗത അവർ തന്നിട്ടുണ്ട് 50 കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുത്താൽ എന്താണ്? 50 കിലോമീറ്റർ ഒരു മണിക്കൂറിനുള്ളിൽ സഞ്ചരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടും ഒരേ യൂണിറ്റിലായതുകൊണ്ട് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കാറിൻ്റെ വേഗത 50 കിലോമീറ്റർ പെർ അവർ, അതുപോലെ തന്നെ ദൂരവും കിലോമീറ്റർ, അങ്ങനെ കിലോമീറ്റർ ആയതുകൊണ്ട് മാറ്റേണ്ട. അല്ലാത്ത പക്ഷം കിലോമീറ്റർ പെർ അവർ വേഗത കിലോമീറ്റർ പെർ അവറിലും ദൂരം വല്ല മീറ്ററിലും അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എല്ലാം സെയിമിലേക്ക് ആക്കുക, ഏതെങ്കിലും ഒന്നിക്കാക്കുക. അപ്പോൾ ആൻസർ ഏതിലാണ് തന്നിട്ടുള്ളത് അതിക്കാക്കുമായിരിക്കും കുറച്ചുകൂടെ, ഓപ്ഷൻസ് ഏതിലാണ് തന്നിട്ടുള്ളത് അതിക്കാക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇവിടെ 2 സെയിമിൽ തന്നെയാണ്, 2 കിലോമീറ്ററിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സമയം നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട, യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ട. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൂരത്തിന് വേഗത കൊണ്ട് ഹരിക്കണം. അപ്പോൾ സമയം കാണാനുള്ള ഒരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. സമയം ഇവിടെ ചോദിച്ചാലും നമ്മൾ ആദ്യം ദൂരം തന്നിട്ടുണ്ടോ എന്ന് നോക്കുക, വേഗത തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സമയം കാണാൻ ദൂരം ബൈ വേഗത, അതൊരു ഇക്വേഷനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് സമയം കാണാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 275നെ 50 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് 5.5 കിട്ടും. 5.5 എന്ന് വെച്ചാൽ എന്താണ്? 5.5 അല്ലേ? 5.5. അപ്പം നമുക്ക് 5.5 മണിക്കൂറാണ് കിട്ടിയിട്ടുള്ളത്. 5.5 മണിക്കൂറാണ് കിട്ടിയത്. അപ്പം 5.5 മണിക്കൂർ സമയമെടുക്കും കാറ് എയിൽ നിന്ന് ബിയിലെത്താൻ. അപ്പോൾ എത്ര മണിക്ക് ബിയിലെത്തിച്ചേരും എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ 8 AM പുറപ്പെട്ടതല്ലേ, അപ്പം അതിനോട് 5.5 മണിക്കൂർ കൂട്ടുക. ഡയറക്റ്റ് കൂട്ടിയാൽ നമുക്ക് റെയിൽവേ ടൈം ആയിരിക്കും കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കയ്യിൽ കൂട്ടിയാൽ മതി. 8 കഴിഞ്ഞാൽ 9, 10, 11,
12 കഴിഞ്ഞാൽ പിന്നെ എത്ര 1 മണി 1.5 കിട്ടും. 1.5 എന്ന് പറഞ്ഞാൽ 0.5 വെച്ചാൽ അരയല്ലേ, അപ്പോൾ 1.5. അപ്പോൾ 1.5ക്കാണ്, അതായത് ഉച്ചയ്ക്ക്. രാവിലെ ആകുമ്പോൾ ഉച്ചയല്ലേ, PM ആവില്ലേ. AM ആണ് രാവിലെ, പിന്നെ 12 കഴിഞ്ഞാൽ പിന്നെ PM അല്ലേ, അപ്പോൾ ഉച്ച. അപ്പോൾ 1:30 PM എവിടെ എത്തിച്ചേരും, ബിയിലെത്തിച്ചേരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സമയം കാണാനുള്ള ഇക്വേഷനാണ് ഇതിൽ ഓർത്ത് വെക്കാനുള്ളത്. ആകെ ഇതിൽ ഓർത്ത് വെക്കാനുള്ള അതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും മെല്ലെ വായിച്ചിട്ട് ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇങ്ങനത്തെ എക്സാമിനൊന്നും നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്ന് സ്പീഡ് വേഗത, ദൂരം, സമയം അങ്ങനെ വേഗം ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.